പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് നമ്മളെ ജീവിതത്തിൽ നാം നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ നമ്മളെ വീട്ടിലില്ലെങ്കിൽ, നമ്മളെ ജീവിതത്തിലില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടൂല എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലോ നമ്മളുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു എളുപ്പം നൽകുകയാണ്. നമ്മൾ ഒരാളുടെ മുന്നിലും തല കുനിക്കേണ്ടി വരില്ല. വലിയ വിജയം അള്ളാഹു നമ്മളുടെ ജീവിതത്തിൽ നൽകുകയാണ്. ഏതാണ് ആ ഖുർആൻ പറഞ്ഞ 3 കാര്യങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ ഹാജത്തുകൾ നിറവേറ്റി തരട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു അകറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും ഒരു അൽഹംദുലില്ലാ എന്ന് കമന്റിൽ എഴുതി വിടുകയും നാവ് കൊണ്ട് പറയുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയുന്നത് ഖുർആൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു എളുപ്പം നൽകുകയാണ്. എല്ലാ കാര്യത്തിലും അള്ളാഹു വിജയം നൽകുമെന്നുള്ളതാണ്. ഒരാളുടെ മുന്നിലും നാം തല കുനിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ സ്നേഹം നമ്മൾക്ക് കരഗതമാക്കാൻ കഴിയുമെന്നുള്ളതാണ്. എന്നാൽ ഈ 3 കാര്യം നമ്മളെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, നമ്മളെ സ്വഭാവത്തിലില്ലെങ്കിൽ, നമ്മളെ വീട്ടിലില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടൂല. എത്ര വലിയ ദിക്ർ ചൊല്ലിയാലും, എത്ര വലിയ മജ്ലിസിൽ പങ്കെടുത്താലും, എന്ത് തന്നെ ചെയ്താലും നമ്മൾ രക്ഷപ്പെടൂല. ഇത് ഖുർആൻ പഠിപ്പിച്ച 3 കാര്യങ്ങളാണ്. അള്ളാഹു ചെയ്യണമെന്ന് പറഞ്ഞ 3 കാര്യങ്ങളാണ്. അള്ളാഹു മനസ്സിലാക്കാൻ നമ്മൾക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഇത് പരിശുദ്ധ ഖുർആനിലൂടെ, ആയത്തിലൂടെയാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതാണ് ആ ആയത്ത്? ഞാൻ ആദ്യം ഒന്ന് ഓതിത്തരാം. ഫഅമ്മാമൻ അഅ്താ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. ഈ ആയത്തിലൂടെ 3 കാര്യങ്ങളാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ രക്ഷപ്പെടും. നമ്മളെ ജീവിതത്തിൽ വമ്പൻ വിജയം നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങളെന്ന് ഞാനൊന്ന് വിശദീകരിച്ച് തരാം. ഈ 3 കാര്യങ്ങളും കേട്ടിട്ടായിരിക്കണം നിങ്ങൾ ക്ലാസ് അവസാനിപ്പിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒന്നാമത് നമ്മളെ ജീവിതത്തിലും വീട്ടിലും ശ്രദ്ധിക്കേണ്ടത് മൻ അഅ്താ, സ്വതക്ക ചെയ്യുന്ന ആളാവുക, ദാനം ചെയ്യുന്ന ആളാവുക. മഹാന്മാര് പറയുന്നു, ബദലു മാലിഹി, അള്ള തന്ന സമ്പത്തിൽ നിന്ന് ദാനം ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സകാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. എത്ര ആളുകളാണ് സകാത്ത് കൊടുക്കാൻ അർഹത ഉണ്ടാകും, പക്ഷെ സകാത്ത് കൊടുക്കൂല. സകാത്ത് കൊടുക്കാത്തവർ ഒരിക്കലും രക്ഷപ്പെടൂല. അവൻ ഒരിക്കലും രക്ഷപ്പെട്ട ചരിത്രം ലോകത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആഖിറത്തിലും രക്ഷപ്പെടൂല, ദുനിയാവിലും രക്ഷപ്പെടൂല. അപ്പൊ സകാത്ത് കൊടുക്കാൻ അർഹത ഉണ്ടെങ്കിൽ സകാത്ത് കൊടുക്കുക. സകാത്ത് കൊടുക്കാത്തവന്റെ വീട്ടിലും അവന്റെ ജീവിതത്തിലും ഒരു സന്തോഷം ഉണ്ടാകൂല, ഒരു സമാധാനവും ഉണ്ടാകൂല. തീർന്നിട്ടില്ല. അസ്വദഖാത്ത്, സ്വതക്ക കൊടുക്കുക എന്നും പറയുന്നുണ്ട്. എല്ലാവർക്കും സക്കാത്ത് കൊടുക്കാൻ അർഹത ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ സ്വതക്ക കൊടുക്കാൻ എല്ലാവർക്കും അർഹത ഉണ്ടാകും. അപ്പൊ നമ്മളെ കയ്യിൽ 10 രൂപയാണെങ്കിൽ അതിൽ നിന്ന് 1 രൂപ സ്വതക്ക കൊടുക്കണം. നമ്മളെ വീട്ടിലൊരു പാവപ്പെട്ട ഒരാൾ വന്നു, നമ്മളെ വീട്ടിൽ ഒരു യതീം കുട്ടിയെ സഹായിക്കാൻ വേണ്ടി വന്നു. നമ്മളെ വീട്ടിൽ ഒരു യതീം കുട്ടിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരാൾ സഹായം ചോദിച്ചു വന്നാൽ അവരെ ഒരിക്കലും തിരിച്ചുവിടാൻ പാടില്ല. വീടില്ലാതെ പ്രയാസപ്പെടുന്ന ഒരാള് നമ്മളോട് സഹായം ചോദിച്ചു വന്നാൽ 100 രൂപയാണ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 10 രൂപയെങ്കിലും നമ്മൾ സ്വതക്ക കൊടുക്കണം. ഇത് പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾക്ക് ഉള്ളതിൽ നിന്ന് നമ്മൾ സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ,
നമ്മളെ ജീവിതത്തിൽ അള്ളാഹു എളുപ്പം നൽകും. നമ്മളെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു നമ്മൾക്ക് സാധിപ്പിച്ചു നൽകും. ഒരു പ്രയാസവും ഒരു ഇടങ്ങേറും കൂടാതെ അത് നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു നൽകുമെന്നുള്ളതാണ്. അപ്പൊ സ്വതക്ക വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ കൊണ്ട് എന്താണോ സഹായിക്കാൻ കഴിയുക അതുകൊണ്ട് സഹായിക്കുക. ആരോഗ്യം കൊണ്ടാണോ സഹായിക്കാൻ പറ്റുക, ആരോഗ്യം കൊണ്ട് സഹായിക്കുക. മാനസികമായിട്ടാണോ ഒരാളെ സഹായിക്കാൻ പറ്റുക, മാനസികമായി സഹായിക്കുക. അതല്ല സമ്പത്ത് കൊണ്ടാണ് നമ്മൾക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ സമ്പത്ത് കൊണ്ട് സഹായിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പിശുക്കന്മാരായി ജീവിച്ചാൽ ഒരിക്കലും നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. നമ്മൾ സ്വതക്ക കൊടുക്കാതെ പിശുക്കന്മാരായി ജീവിച്ചാൽ അള്ളാഹു നമ്മൾക്ക് നൽകുന്ന ശിക്ഷ ലീക്കുൽ ഐശി, ഒരു കുടുസായ ജീവിതമായിരിക്കും. ഒരു സമാധാനവും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അവനവൻക്ക് വേണ്ടി ഒന്നും ചെലവാക്കൂല, അവന്റെ കുടുംബക്കാർക്ക് വേണ്ടിയും ചെലവാക്കൂല, മക്കൾക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കൂല, പെരുന്നാൾ വന്നാലും ഡ്രസ്സ് വാങ്ങൂല, അവനും ഡ്രസ്സ് വാങ്ങൂല. അവന് പിശുക്കനായി ജീവിക്കും. അങ്ങനെ ജീവിച്ചാൽ അവന്റെ ജീവിതം വലിയ കുടുസായിരിക്കും. എപ്പോഴും ടെൻഷനും വിഷമവുമായിരിക്കും ഈ പിശുക്കന്മാർക്ക്. പിശുക്കന്മാരെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും, എത്ര വലിയ സമ്പന്നനാണെങ്കിലും അവനിക്ക് എപ്പോഴും വിഷമായിരിക്കും, എപ്പോഴും ദുഃഖമായിരിക്കും. അവന്റെ മുഖത്ത് ഒരു സന്തോഷത്തിന്റെ അടയാളം നമ്മൾക്ക് കാണാൻ കഴിയുകയില്ല. ബൂലുന്നാസ്, ജനങ്ങൾ മുഴുവനും അവനെ വെറുക്കും. നമ്മൾ പിശുക്കനായി സ്വതക്ക ചെയ്യാതെ ജീവിച്ചാൽ ജനങ്ങൾ മുഴുവനും നമ്മളെ വെറുക്കുമെന്ന് മഹാന്മാര് പറയുന്നു. അതുപോലെ തന്നെ നഖ്സുൽ ഈമാൻ, ഈമാൻ ഇല്ലാത്തവരുടെ പരിപാടിയാണ് പിശുക്കത്തരം കാണിക്കുക. എന്റെ കയ്യിലാകെ 100 രൂപയുള്ള ഉസ്താദ്, ഞാൻ എന്താ കൊടുക്കണെന്ന്? 1 രൂപ കൊടുത്തോ? 10 രൂപയാണെങ്കിൽ 10 രൂപ കൊടുത്താൽ മതി, അതിന് സ്വതക്ക തന്നെ പറയാ. അപ്പൊ നമ്മൾ സ്വതക്ക ചെയ്താൽ നമ്മളെ എല്ലാ കാര്യത്തിലും അള്ളാഹു എളുപ്പം നൽകും. റസൂലുള്ളാഹി പറഞ്ഞു, വത്തക്കിശുഹ, നിങ്ങൾ പിശുക്കത്തരം കാണിക്കരുതേ, അത് സൂക്ഷിച്ചോളിയും, പിശുക്കന്മാർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നമ്മളൊരു വാഹനം വാങ്ങാൻ പോവുകയാണ്, ഒരു 100 രൂപ, 10 ലക്ഷത്തിന്റെ വാഹനം വാങ്ങാൻ പോകുന്ന ആൾക്ക് ഒരു 500 രൂപ അയൽവാസിക്ക് കൊടുക്കാനില്ല എന്ന് പറഞ്ഞാല്, ഒരു പാവപ്പെട്ടവന് കൊടുക്കാനില്ല എന്ന് പറഞ്ഞാല് അത് പച്ചക്കളവല്ലേ? 25 ലക്ഷത്തിന്റെ ഒരു വീട് നമ്മൾ നിർമ്മിക്കുമ്പോൾ അതിൽ നിന്നൊരു 100 രൂപ, ഒരു 1000 രൂപ ഒരു പാവപ്പെട്ടവർക്ക് കൊടുക്കുക. എന്നാൽ വീട് പണി എളുപ്പമാകുമെന്നുള്ളതാണ്. മക്കള് പഠിക്കാൻ തുടങ്ങാണ്, പഠിക്കാൻ 10 ലക്ഷവും 20 ലക്ഷമൊക്കെ ചെലവുണ്ട്. എന്നാൽ അതിനൊരു ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, മക്കൾക്ക് പഠിക്കാൻ എളുപ്പം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു 1000 രൂപ, ഒരു 2000 രൂപ ഒരു പാവപ്പെട്ടവർക്ക് കൊടുത്താൽ മക്കൾക്ക് പഠിക്കാനൊക്കെ എളുപ്പം ഉണ്ടാകും, മക്കൾക്ക് പ്രയാസമില്ലാതെ പഠിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പൊ സ്വതക്ക വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മളെ വീട്ടിലും നമ്മളെ ജീവിതത്തിലും നിർബന്ധമാണ്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധയോടെ കേൾക്കണം. മനിത്തഖ, അള്ളാഹുവിന് തഖ്വ ചെയ്യലാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കലാണ്, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ശ്രദ്ധിക്കലാണ്. ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, വ്യഭിചാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുക, മയക്കുമരുന്നിൽ നിന്ന് വിട്ടുനിൽക്കുക, മദ്യപാനത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. അന്യ സ്ത്രീ പുരുഷന്മാര് പരസ്പരം സലാം പറയാൻ പാടില്ല, അതുപോലെ തന്നെ അന്യ സ്ത്രീയെ നോക്കാൻ പാടില്ല, അന്യ പുരുഷന്മാരുമായി ചാറ്റ് ചെയ്യാൻ പാടില്ല, അന്യ പുരുഷന്മാരുമായി അനാവശ്യമായി സംസാരിക്കാൻ പാടില്ല, ഔറത്ത് വെളിവാക്കാൻ പാടില്ല, മുടി മറക്കാതെ നമ്മൾ അന്യപുരുഷന്മാരുടെ ഇടയിലൂടെ നടക്കാൻ പാടില്ല, ഭർത്താവിനെ വെറുപ്പിക്കാൻ പാടില്ല, ഭാര്യയെ വെറുപ്പിക്കാൻ പാടില്ല, ഗീബത്ത്, ഒരാളെ കുറ്റം പറയാൻ പാടില്ല, അക്രമം നടത്താൻ പാടില്ല. ഇതൊക്കെയാണ് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ. ഇതിൽ നിന്ന് വിട്ടുനിൽക്കുക. നിസ്കാരം ഖളാ ആക്കാൻ പാടില്ല, നോമ്പ് ഒഴിവാക്കാൻ പാടില്ല, ഹജ്ജിന് കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ഒഴിവാക്കാൻ പാടില്ല. ഇതൊക്കെയാണ് നമ്മളെ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളെ എല്ലാ കാര്യത്തിലും അള്ളാഹു എളുപ്പം നൽകുകയാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരെങ്കിലും അള്ളാഹനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നാം അറിയാത്ത രൂപത്തിൽ അള്ളാഹു നമ്മളെ സഹായിക്കും, അള്ളാഹു നമ്മൾക്ക് ഭക്ഷണം നൽകും, എല്ലാ പ്രയാസങ്ങളും നീക്കി തരും. മിൻ കുല്ലി ശൈഇൻ ലാക അലന്നാസ്, ജനങ്ങൾക്ക് എന്തെല്ലാം പ്രയാസമുണ്ടോ അതൊക്കെ അള്ളാഹു മാറ്റിത്തരും. നമ്മളെ ജീവിതത്തിൽ എന്തെല്ലാം നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹു അതുകൊണ്ട് മാറ്റിത്തരും. ഏതുകൊണ്ട്? അള്ളാഹനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുക.
നമ്മൾ അള്ളാനെ കാണില്ലെങ്കിലും നമ്മൾ ചെയ്യുന്നതൊക്കെ അല്ല കാണില്ലേ? നമ്മളൊരു ഹറാമ് ചെയ്യുമ്പോൾ ചിലപ്പോ അത് മറ്റുള്ള ആളുകൾ കാണുന്നില്ല, ഉമ്മ കാണുന്നില്ലായിരിക്കാം, നമ്മളെ ഭാര്യ കാണുന്നില്ലായിരിക്കാം, ഭർത്താവ് കാണുന്നില്ലായിരിക്കാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്താലും നമ്മളുടെ വീടിന്റെ ഉള്ളിലുള്ള ഇരുട്ടറയിൽ വെച്ചാണ് നമ്മൾ ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം നമ്മൾ ചെയ്യുന്നതെങ്കിലും അള്ളാഹ്ക്ക് അത് കാണാൻ കഴിയും. ഉമ്മി ഇപ്പിയും കാണുന്നില്ലെങ്കിലും അതല്ലെങ്കിൽ മറ്റുള്ള നാട്ടിലെ ആളുകൾ കാണുന്നില്ലെങ്കിലും അള്ളാഹു എല്ലാം കാണുന്നവനാണ്. ആലിമു സിർരി വൽ അഖ്ഫാ, അള്ളാഹു രഹസ്യവും പരസ്യവും അറിയുന്ന ആളാണ്. അതുകൊണ്ട് പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നമ്മളെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും. കടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഭക്ഷണത്തിൽ അള്ളാഹു വിശാലത നൽകും. നമ്മൾക്ക് പട്ടിണി കിടക്കാതെ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുകയാണ്. അള്ളാഹനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ മഹബ്ബത്തുല്ലാഹ്, അള്ളാഹന്റെ സ്നേഹം നമ്മൾക്ക് ലഭിക്കുകയാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അള്ളാഹു തഖ്വ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവരാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹനെ സൂക്ഷിക്കുക, അള്ളാഹു ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, അള്ളാഹു ഹലാലാക്കിയ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുക, സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അത് നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. എന്നാൽ അള്ളാഹന്റെ സ്നേഹം നമ്മൾക്ക് ലഭിക്കും. അള്ളാഹു തഖ്വ ചെയ്യുന്നവരെ, അള്ളാഹനെ സൂക്ഷിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തി. മാത്രമല്ല തക്ഫീറു സയ്യിആത്ത്, അള്ളാഹനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നമ്മളെ പാപങ്ങൾ അള്ളാഹു മാപ്പ് നൽകും. അതുപോലെ തന്നെ അൽ കറാമാത്തു ഇൻദല്ലാഹ്, അള്ളാഹന്റെ അടുക്കൽ വലിയ സ്ഥാനവും വലിയ ബഹുമാനവും നമ്മൾക്ക് ലഭിക്കും നമ്മൾ തഖ്വയോടെ ജീവിച്ചാൽ. അൽ വിഖായത്തു മിന ശൈത്താൻ, പിശാചിന്റെ ശർറിൽ നിന്ന് രക്ഷയാണ് അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിച്ചാൽ. ഈമാനുള്ള ആളുകളുടെ അടുക്കലേക്ക്, അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ഹറാമായ കാര്യങ്ങൾ ചെയ്യാതെ അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് പിശാചുക്കൾ വരൂല. പിശാചിന് വരാൻ പേടിയാണ്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹുവിനെ കണ്ടു കഴിഞ്ഞാൽ പിശാച് ഓടിപ്പോകുന്നുള്ളതാണ്. അത് ഈ ഉമർ റളിയല്ലാഹുവിന്റെ തഖ്വയാണ്, അള്ളാഹനെ സൂക്ഷിച്ച് ജീവിച്ചത് കൊണ്ടാണ്, ഈമാനിന്റെ പവർ കൊണ്ടാണ്. നമ്മൾക്കും ആ ഈമാൻ ഉണ്ടെങ്കിൽ ഒരു സിഹ്റു ഏൽക്കൂല, ഒരു കണ്ണീർ ഏൽക്കൂല. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ പിശാചുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ തഖ്വ വേണം. നമ്മളെ വീട്ടിൽ നമ്മൾ തഖ്വയില്ല, അള്ളാഹനെ സൂക്ഷിക്കൂല, എപ്പോഴും ഹറാമാണ്, എപ്പോഴും ഹറാമായ പാട്ടുകളും തോന്നിവാസങ്ങളും ഗീബത്ത് നമീമത്ത് അതുപോലെ ഹറാമായ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പിശാചിന്റെ ശർറുണ്ടാകും. എപ്പോഴും പ്രയാസവും ദുഃഖമായിരിക്കും. അള്ളാഹു കാക്കട്ടെ. അതുപോലെ മൂന്നാമത്തെ കാര്യം മൻ സദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ സത്യമാക്കുക. ഏറ്റവും നല്ലത് ആരാണ്? അത് ജഗന്നിയന്താവായ അല്ലാഹു തആലയാണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പൂർണ്ണമായി നല്ല മനസ്സോടെ വിശ്വസിക്കുക എന്നുള്ളതാണ്. പല ആളുകളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലും, അല്ലെ? ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്ർ നാവ് കൊണ്ട് ചൊല്ലിയാ പോരാ, ഖൽബ് കൊണ്ട് ചൊല്ലണം. എന്താ അതിന്റെ അർത്ഥം? ലാ ഇലാഹ, ആരാധനക്കർഹനില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. അത് ഖൽബിൽ നിന്ന് പോരണം മുഅ്മിനീങ്ങളെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഖൽബിൽ നിന്ന് പോരണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാനാണ് 1,00,000-ൽ പരം അമ്പിയാക്കളെ അള്ളാഹു ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ 1,00,000-ൽ പരം ഔലിയാക്കള് ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ആ 1,00,000-ൽ പരം ഔലിയാക്കള് ഇന്ന് ലോകത്ത് പ്രചരിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അത്രയും പ്രധാനപ്പെട്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, അള്ളാഹ്ക്ക് വേണ്ടിയല്ല, അയൽവാസികൾ കാണാൻ, കുടുംബക്കാര് കാണാൻ. പിന്നെ എന്ത് വിശ്വാസമാണ് നമുക്ക് അള്ളാഹുവിലുള്ളത്? നാം നിസ്കരിക്കുമ്പോൾ എന്റെ റബ്ബിന് വേണ്ടിയാണ്, ഞാൻ സ്വതക്ക ചെയ്യുന്നു എന്റെ റബ്ബിന് വേണ്ടിയാണ്, എന്റെ റബ്ബിൽ നിന്ന് മോക്ഷം ലഭിക്കാനാണ്, റബ്ബിൽ നിന്ന് കൂലി ലഭിക്കാനാണ്, അള്ളാഹുവിനെ കാണാനാണ്. ഞാൻ ഖുർആൻ ഓതുന്നുണ്ട്, അള്ളാഹുവിനെ കാണാനാണ്, അള്ളാഹുവിന്റെ കൂലി ലഭിക്കാനാണ്, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ഞാൻ ദിക്ർ ചെല്ലുന്നുണ്ട്, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ഈ ഒരു വിശ്വാസം, ഈ ഒരു ചിന്ത നമ്മളെ ഖൽബിൽ ഉണ്ടാകണം. അതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ. അല്ലാതെ നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, പേര് ആയിഷ എന്നും ഫാത്തിമ എന്നും മുഹമ്മദ് എന്നും ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇസ്ലാമിന് യോജിക്കാത്ത കാര്യങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ നിന്ന് വരുന്നതെങ്കിൽ നമ്മളുടെ വിശ്വാസം ശരിയായിട്ടില്ല, നമ്മളെ ഈമാൻ ശരിയായിട്ടില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നമ്മൾ ധാരാളം പറയണം.
അള്ളാഹുവിന്റെ റസൂൽ സഹാബിമാരോട് പറഞ്ഞു, ജദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ ഈമാനിനെ ശക്തിപ്പെടുത്തണം, ഈമാനിനെ, നിങ്ങളെ വിശ്വാസത്തിനെ നന്നാക്കണം. അപ്പൊ സഹാബിമാര് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങളുടെ ഈമാൻ ഞങ്ങൾ എങ്ങനെയാണ് നന്നാക്കേണ്ടത്? അവിടുന്ന് റസൂൽ പറഞ്ഞു, ബികസ്റത്തി ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കൽ കൊണ്ട് നിങ്ങളെ ഈമാനിനെ ശക്തിപ്പെടുത്തുക. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ഈമാൻ നന്നാകും, ഈമാൻ ശക്തിപ്പെടും, അള്ളാഹുവിലുള്ള വിശ്വാസം വർദ്ധിക്കും. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. അപ്പൊ അള്ളാഹുവിനെ യഥാർത്ഥമായി വിശ്വസിക്കുക. നിസ്കാരം അള്ളാഹുവിന്, നോമ്പ് അള്ളാഹുവിന്, ഖുർആനോത്ത് അള്ളാഹുവിന്, നമ്മളെ ദിക്റുകൾ അള്ളാഹുവിന്, സ്വതക്ക അള്ളാഹുവിന്, അല്ലാതെ മറ്റൊരാൾ കാണാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ 3 കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഇത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒരിക്കലും പരാജയപ്പെടൂല, ഒരാളുടെ മുന്നിലും തോൽക്കൂല. നമ്മളെ എല്ലാ കാര്യങ്ങളും അള്ളാഹു നടത്തിത്തരും. ആരാ നടത്തിത്തരിക? ക്ലാസ് എടുക്കുന്ന ഉസ്താദല്ല, അള്ളാഹു നടത്തിത്തരും. അള്ളാഹു എളുപ്പമാക്കി തരും. വീട് പണി അല്ല എളുപ്പമാക്കി തരും. മക്കളുടെ വിവാഹം അല്ല എളുപ്പമാക്കി തരും. അതുപോലെ തന്നെ വാഹനം വാങ്ങല് അല്ല എളുപ്പമാക്കി തരും. നമ്മളുടെ പരീക്ഷ അള്ളാഹു എളുപ്പമാക്കി തരും. ജീവിതത്തില് സന്തോഷവും സമാധാനം ഉണ്ടാവും. എളുപ്പം അള്ളാഹു നൽകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ 3 കാര്യങ്ങളിൽ നിന്ന് ഒന്നും ഒഴിവാക്കാൻ പറ്റൂല. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരാൾ സ്വതക്ക കൊടുക്കുന്നുണ്ട്, അള്ളാഹനെ സൂക്ഷിക്കുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നില്ലെങ്കിൽ അവനക്ക് അള്ളാഹു എളുപ്പം നൽകൂല, അള്ളാഹു പരാജയം നൽകും. ഒരാൾ അള്ളാഹനെ സൂക്ഷിക്കുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്, സ്വതക്ക കൊടുക്കുന്നില്ലെങ്കിൽ അള്ളാഹു നമ്മളെ സഹായിക്കൂല. അപ്പൊ ഈ 3 കാര്യങ്ങളും നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് വേണം നമ്മളെ ജീവിതത്തിൽ. നമ്മളെ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ വേണം, എന്നാലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും കുടുംബക്കാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറിന്റെ കവാടങ്ങൾ നമ്മൾക്ക് തുറന്നു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക, പുണ്യം നേടുക. ഒരുപാട് ആളുകൾക്ക് ആ മജ്ലിസ് കൊണ്ട് സമാധാനവും സന്തോഷവും റാഹത്തൊക്കെ ലഭിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ സന്തോഷ വാർത്ത പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ ആഗ്രഹങ്ങൾ നിറവേറിയിട്ടുണ്ട് ആ മജ്ലിസ് കൊണ്ട്. നിങ്ങളും അതിൽ പങ്കെടുക്കുക. 6 മണിക്ക് കൃത്യമായി പങ്കെടുക്കാൻ പ്രയാസമുള്ള ആളുകൾ, നിങ്ങൾക്ക് എപ്പോഴാണോ ഒഴിവുള്ളത് ആ സമയത്ത് പങ്കെടുക്കുക. ആമീൻ പറയുക, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.